മിശിഹായിൽ അനുഗ്രഹീതരായവരെ, ദിവികാരുണ്യ ഈശോ ഈ ദിവസം നിങ്ങളെയും നിങ്ങളുടെ കുടുംബങ്ങളെയും സമൃദ്ധമായി അനുഗ്രഹിക്കുകയും അവിടുത്തെ കൃപകൾ കൊണ്ടും അനുഗ്രഹങ്ങൾ കൊണ്ടും നിങ്ങളെ ഓരോരുത്തരെയും നിറയ്ക്കുകയും ചെയ്യട്ടെ എന്നും പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിൻ്റെ 12-ാമത്തെ അധ്യായത്തിൻ്റെ 20-21 തിരുവചനങ്ങളിൽ നമ്മളിങ്ങനെ വായിച്ച് ധ്യാനിക്കുന്നുണ്ട്. ചതഞ്ഞ ഞാങ്ങണ അവൻ ഒടിക്കുകയില്ല, പുകഞ്ഞ തിരി കെടുത്തുകയുമില്ല, വിജാതിയർ അവൻ്റെ നാമത്തിൽ പ്രത്യാശ വയ്ക്കും. പ്രിയപ്പെട്ടവരെ, നമുക്കറിയാം, ലോകം ഉപയോഗശൂന്യമായതിനെ ഉപേക്ഷിക്കും. ഉപയോഗശൂന്യമായതിനെ ലോകത്തിന് വേണ്ട, കാരണം അതുകൊണ്ട് പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല. എന്നാൽ ഈശോയെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ബലഹീനതകൾ, നമ്മുടെ പരാജയങ്ങൾ നമ്മളെ ഉപേക്ഷിക്കാനുള്ള ഒരു കാരണമല്ല, ചേർത്തുപിടിക്കാനുള്ള കാരണമാണ് എന്ന് നമ്മൾ ഓരോരുത്തരും തിരിച്ചറിയണം. ലോകം ഉപയോഗശൂന്യമായതിനെ തള്ളിക്കളയുമ്പോൾ ഉപയോഗശൂന്യമായ നമ്മുടെ ജീവിതങ്ങളെ ചേർത്തുപിടിക്കുന്നവനാണ് ദൈവമെന്ന് തിരിച്ചറിഞ്ഞുകൊള്ളുക. ജീവിതത്തിൻ്റെ പരാജയങ്ങളിൽ, ജീവിതത്തിൻ്റെ വേദനകളിൽ, ജീവിതത്തിൻ്റെ ഇല്ലായ്മകളിൽ, കണ്ണുനീരനുഭവങ്ങളിലൂടെ കടന്നു പോകുന്ന ഒരു വ്യക്തിയാണ് നീയെങ്കിൽ, എന്നെ ആർക്കും വേണ്ട എന്ന തോന്നലിൽ നിരാശപ്പെട്ട് കഴിയുന്ന ഒരു വ്യക്തിയാണ് നീയെങ്കിൽ, നീ തിരിച്ചറിഞ്ഞുകൊള്ളുക, നിന്റെ ജീവിതത്തിൻ്റെ പരാജയങ്ങളും നിന്റെ ജീവിതത്തിൻ്റെ ബലഹീനതകളും നിന്നെ ഉപേക്ഷിക്കാൻ ഈശോയ്ക്കൊരു കാരണമല്ല, എന്നാൽ നിന്നെ ചേർത്ത് പിടിക്കാൻ അതൊരു കാരണമാണ്. ഈശോ നിന്നെ ചേർത്ത് പിടിക്കുന്നുണ്ട് എന്ന് നീ തിരിച്ചറിഞ്ഞുകൊള്ളുക. ഈ വചനത്തിലൂടെ ഈശോനാഥൻ നിന്നോട് വ്യക്തിപരമായി പറയുകയാണ്, മകനെ, മകളെ, നിന്റെ ജീവിതത്തിൻ്റെ പരാജയങ്ങളും നിന്റെ ജീവിതത്തിൻ്റെ ഇല്ലായ്മകളും നിന്റെ ജീവിതത്തിൻ്റെ ദുഃഖദുരിതങ്ങളും നിന്നെ ഞാൻ ചേർത്ത് പിടിക്കാനുള്ള കാരണമായി തീരുകയാണ് എന്ന്. ചതഞ്ഞ ഞാങ്ങണ ഒടിക്കാൻ എളുപ്പമാണ്, പുകഞ്ഞ തിരി കെടുത്തിക്കളയാനും എളുപ്പമാണ്. പക്ഷേ കർത്താവ് അങ്ങനെയുള്ളതിനെ കരുതലോടെ കാക്കുകയാണ്. നിന്റെ ജീവിതത്തിൽ ഒരു പരാജയമുണ്ട് എങ്കിൽ, നിന്റെ ജീവിതത്തിൽ ബലഹീനതകൾ ഉണ്ട് എങ്കിൽ, നിന്റെ ജീവിതത്തിൽ കണ്ണുനീർ അനുഭവങ്ങൾ ഉണ്ട് എങ്കിൽ, കർത്താവ് നിന്നെ കരുതലോടെ കാക്കുമെന്ന് നീ തിരിച്ചറിഞ്ഞുകൊള്ളുക. ഈ ലോകത്തിന് നിന്നെ കരുതലോടെ കാക്കാനായിട്ട് സാധിക്കുകയില്ല. ഈ ലോകത്തിന് നിന്നെ സംരക്ഷിക്കാനായിട്ട് സാധിക്കുകയില്ല. കാരണം ലോകം ചതഞ്ഞതിനെയൊക്കെ പെട്ടെന്ന് ഒടിച്ചു കളയുന്നതും പുകഞ്ഞതിനെയൊക്കെ പെട്ടെന്ന് കെടുത്തിക്കളയുന്നതുമായ ലോകമാണ്. എന്നാൽ നീ ജീവിതത്തിൽ ചതഞ്ഞു നിൽക്കുന്ന അവസ്ഥയിലാണ് എങ്കിൽ, നീ തിരികെട്ട് നിൽക്കുന്ന ഒരവസ്ഥയിലാണെങ്കിൽ, പുകഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥയിലാണ്, തീർന്നു പോകാനായിട്ടിരിക്കുന്ന ഒരു ജീവിതം, പരാജയത്തിൻ്റെ പടുകുഴിയിൽ, കടബാധ്യതകളുടെ പടുകുഴിയിൽ, രോഗത്തിൻ്റെ പടുകുഴികളിൽ നീ കിടക്കുന്ന ഒരു വ്യക്തിയാണോ, കരുതലോടെ കർത്താവ് നിന്നെ കാക്കും. നീ കർത്താവിലേക്ക് ഒന്ന് തിരിഞ്ഞാൽ എന്ന് നീ തിരിച്ചറിഞ്ഞുകൊള്ളുക. വീണ്ടും വചനം പറയുകയാണ്, വിജാതിയർ അവൻ്റെ നാമത്തിൽ പ്രത്യാശ വയ്ക്കും. മാറ്റി നിർത്തപ്പെട്ടവർക്കും അവഗണിക്കപ്പെട്ടവർക്കും ഇല്ലായ്മകളുള്ളവർക്കും മുൻഗണന നൽകുന്ന ദൈവത്തെയാണ് നമ്മളിവിടെ കാണുന്നത്. മകനെ, മകളെ, ഇന്ന് ജീവിതത്തിൻ്റെ പരാജയങ്ങളിൽപ്പെട്ട്, ജീവിതത്തിൻ്റെ നൊമ്പരങ്ങളിൽപ്പെട്ട്, തകർച്ചകളിൽപ്പെട്ട് ഉഴലുന്ന ഒരു വ്യക്തിയാണോ നീ? നിരാശയ്ക്ക് അടിമപ്പെട്ട് കഴിയുന്ന ഒരു വ്യക്തിയാണോ നീ? ഈ പ്രഭാതത്തിൽ എഴുന്നേൽക്കുമ്പോൾ തന്നെ നിരാശയുടെ ഒരു അനുഭവമായിട്ടാണോ നീ എഴുന്നേൽക്കുന്നത്? പ്രത്യാശയുടെ വചനം ഇതാ ഈശോ നിനക്ക് നൽകുന്നു. നീ പരാജയപ്പെട്ടവനാണ് എങ്കിൽ, തകർന്നവളാണ് എങ്കിൽ, കർത്താവ് നിൻ്റെ മേലെ കരുതലോടെ ഒരു സംരക്ഷണം നൽകും, കരുതലോടെ നിന്നെ ചേർത്ത് പിടിക്കും, കരുതലോടെ നിന്നെ കാക്കും. നിന്റെ ജീവിതത്തിനൊരു മുൻഗണന അവിടുന്ന് നൽകും. കാര്യങ്ങളെ യാചനയോട് പിടിച്ച് ഈ ദിവസത്തെയും ഈ ദിവസത്തിൻ്റെ എല്ലാ കാര്യങ്ങളെയും ഈശോയ്ക്ക് കൊടുത്ത് നമുക്ക് സ്തുതിക്കാം. ഹല്ലേലൂയ. ഈശോയെ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവായ ഈശോയെ, മക്കളെ ഓരോരുത്തരെയും സമർപ്പിക്കുന്നവരെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുകയും ആശീർവദിക്കുകയും ചെയ്യണമേ. ഇവരുടെ ജീവിതങ്ങളെ അനുഗ്രഹിക്കണമേ. ഇന്നത്തെ ഇവരുടെ എല്ലാ അധ്വാനങ്ങളെയും ആശീർവദിക്കണമേ. ഇവരുടെ വഴികളിൽ അങ്ങ് ഇവരുടെ കൂടെ ഉണ്ടായിരിക്കണമേ. ഇവരുടെ അധ്വാനങ്ങളിൽ ഇവരെ സഹായിക്കണമേ. ഇവരുടെ കുടുംബങ്ങളെ ആശീർവദിക്കണമേ. ഇവരുടെ അധ്വാനങ്ങളെ ആശീർവദിക്കണമേ. ഇവരുടെ പഠനങ്ങളിൽ ഇവരെ സഹായിക്കണമേ, സംരക്ഷിക്കണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയെ ദിവ്യകാരുണ്യത്താൽ ആശീർവദിക്കുമ്പോൾ ഇവരിൽ നിന്ന്, ഇവരുടെ ഭവനങ്ങളിൽ നിന്ന്, ഇവരുടെ പഠന മേഖലകളിൽ നിന്ന്, അധ്വാന മേഖലകളിൽ നിന്ന് സർവ്വ തിന്മകളും ബന്ധനങ്ങളും കെട്ടുകളും പിശാചിൻ്റെ ഉപദ്രവങ്ങളും നാരകീയ ശക്തിയുള്ള പ്രവർത്തനങ്ങളും
നിർവീര്യമായി തീരട്ടെ എന്ന് കൽപ്പിക്കുന്നു. എല്ലാ കെട്ടുകളും അഴിയട്ടെ എന്ന് കൽപ്പിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവേശ്വര എന്നേക്കും. ആമേൻ.